നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംഗതി വെടിനിർത്തൽ കരാറിലൊക്കെ ഒപ്പുവെച്ചു. എന്നാലും ഇസ്രായേലിന്റെ മൊസാദ് ഇപ്പോഴും പണി തുടരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമദി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ച സംഭവം ലെബനനിലെ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചിരിക്കുന്നു. ലെബനനിലെ ബെക്ക താഴ്വരയിലെ വീട്ടിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങുമ്പോഴാണ് അജ്ഞാതന്റെ വെടി. 6 തവണ വെടിയേറ്റ ഹമാദിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നേരത്തെ 153 യാത്രക്കാരും ജീവനക്കാരുമായി ഏതൻസിൽ നിന്ന് റോമിലേക്ക് പോകുകയായിരുന്ന വിമാനം ഹൈജാക്ക് ചെയ്തതിന് US ഫെഡറൽ ഏജൻസിയായ FBI മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഹമാദി. ഹമാദിയെ വെടിവെച്ച സംഭവത്തിൽ ലെബനീസ് അധികൃതർ അന്വേഷണം ആരംഭിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 60 ദിന വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ജനുവരി 26 തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദിക്ക് വടക്കേ ദിശയിലേക്ക് പിൻവാങ്ങണമെന്നുമാണ് കരാർ. അവശേഷിക്കുന്ന ഹിസ്ബുള്ള നേതാക്കൾ കൂടി കൊല്ലപ്പെടും എന്ന ഭയം ഇപ്പോൾ ഹിസ്ബുള്ളയിൽ വ്യാപകമാണ്. നേരത്തെയും ചില ഹിസ്ബുള്ള നേതാക്കൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഗാസ മുനമ്പിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ. എന്നാൽ മറുവശത്ത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിൽ ഇസ്രയേൽ സൈന്യം അതിശക്തമായ ആക്രമണം ഇക്കഴിഞ്ഞ ദിവസം നടത്തി. ആക്രമണത്തിൽ 10 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ജെനിൻ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ചുള്ള പലസ്തീൻ സായുധ സംഘടനകളെ ലക്ഷ്യമിട്ട് ഏതാനും വർഷങ്ങളായി ഇസ്രയേൽ സൈന്യം ഇവിടെ ആക്രമണം നടത്തിവരുന്നു. അതും തുടർച്ചയായി. വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേൽ കനത്ത ആക്രമണം ആ പ്രദേശത്ത് നടത്തിയിരിക്കുന്നത്. ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 3 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ ജീവകാരുണ്യ സഹായവുമായി കൂടുതൽ ട്രക്കുകൾ എത്തിത്തുടങ്ങി. ഹമാസുമായുള്ള ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുണ്ട്. ഇസ്രായേലിന്റെ മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലവി. അദ്ദേഹം തന്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് കടന്നാക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് 6 താൻ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന് നൽകിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യത്തിന്റെ കരുത്ത് വീണ്ടെടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഹമാസ് ആക്രമണം നടത്തുന്നതിൽ പരാജയപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നേരത്തെ നെതന്യാഹു തള്ളിക്കളഞ്ഞിരുന്നു. ഹമാസുമായുള്ള ഇസ്രായേൽ കരാർ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഇതിനിടയിൽ ട്രംപ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന ഗാസ വെടിനിർത്തൽ കരാറും അതിനോടനുബന്ധിച്ചുള്ള ബന്ദികളെ മോചിപ്പിക്കുന്ന വ്യവസ്ഥകളുമൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന സംശയം ട്രംപ് പ്രകടിപ്പിച്ചു. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്. എനിക്ക് ഇതിൽ വലിയ ആത്മവിശ്വാസമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഇസ്രായേലിന് മറുവശത്തുള്ളവർ വളരെ ദുർബലരാണ്. കരാറിന്റെ ആദ്യഘട്ടത്തിൽ താൽക്കാലിക വെടിനിർത്തൽ, 33 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കൽ, 2000 വരെ പലസ്തീൻ സുരക്ഷാ തടവുകാരെയും മോചിപ്പിക്കൽ തുടങ്ങിയവയാണ് ഈ ബന്ദി കരാറിന്റെ വ്യവസ്ഥകൾ. ആദ്യഘട്ടത്തിന് ശേഷം കൂടുതൽ ഘട്ടങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. എന്നാൽ പലസ്തീൻ തടവുകാരിൽ എത്ര പേരെ മോചിപ്പിക്കാൻ കഴിയും? ഗസയിൽ നിന്ന് IDF എങ്ങനെ പിൻവലിയും? സ്ഥിരമായ വെടിനിർത്തൽ എങ്ങനെ പ്രാബല്യത്തിലാവും? ഇത്തരം സംശയങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഉന്നയിക്കുന്നത്. ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ തങ്ങളുടെ എല്ലാ യുദ്ധലക്ഷ്യങ്ങളും പൂർത്തിയാകും വരെ ഇസ്രായേൽ 1ാം ഘട്ടത്തിന് ശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുമെന്നും ഈ നിലപാടിനെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പറഞ്ഞു. യുദ്ധാനന്തരം ആരായിരിക്കും ഗാസ ഭരിക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ട്രംപ് ഉത്തരം പറഞ്ഞു. അത് ഹമാസ് ആയിരിക്കില്ല, അവരിൽ ഭൂരിഭാഗവും മരിച്ചു കഴിഞ്ഞുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. 3 ഘട്ട കരാറിലേക്ക് നയിച്ച ഒരു മുന്നേറ്റം ഉറപ്പാക്കുന്നതിൽ ട്രംപിന്റെ സമ്മർദ്ദം നിർണായകമായിരുന്നുവെന്ന് ഇസ്രയേലികൾ വിശ്വസിക്കുന്നു. എന്നാൽ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നവരുടെ ബന്ധുക്കൾ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. ഘട്ടം ഘട്ടമായുള്ള പദ്ധതികളിൽ ഇനി ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാൻ കഴിയാതിരിക്കുമോ എന്ന ആശങ്ക. അധികാരം ഏറ്റെടുത്തയുടൻ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വ്യക്തമായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് പുതിയ താൽപ്പര്യങ്ങളുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കി. ഇസ്രയേലുമായി കൂടുതൽ അടുത്ത ബന്ധങ്ങൾ ഇനി നമ്മൾ തുടങ്ങും.
അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ട്രംപ് കടന്നു വന്നത് തങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സഹായകരമാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. കൂടുതൽ ദൃഢമായ ബന്ധം ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞുവെന്നർത്ഥം. പലപ്പോഴും യുദ്ധത്തിനിടയിൽ ഇസ്രയേൽ പുലർത്തുന്ന ഒരു തന്ത്രമുണ്ട്: 2 അടി പിന്നോട്ട്, പിന്നീട് ബഹുദൂരം മുന്നോട്ട്. അതുതന്നെയാണ് അവർ ഇപ്പോഴും കാട്ടുന്നത് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.